നമുക്കേറെ സന്തോഷമുള്ളതിന് ദൈവാനുഗ്രഹം ആശ്രയിച്ച് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കേറെ പ്രിയപ്പെട്ട സിസ്റ്ററും പ്രിയമയിൽ നിന്ന് കർത്താവ് മനോഹരമായിട്ടുള്ള ആശീർവാദത്തോട് ചേർക്കപ്പെടുകയാണ്. ഈ സമയത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരാരോഗ്യ കുടുംബജീവിതവും ഇവരുടെ ഭാവികളും എല്ലാം ദൈവാനുഗ്രഹം കർത്താവിന്റെ കൃപ കൂടി ആഗ്രഹിക്കാം. എനിക്ക് ഇവരെ രണ്ട് തരത്തിൽ പ്രിയപ്പെട്ടവരാണെന്ന് സിറ്റിസൺ എന്ന ബന്ധുവാണ് കുമ്പള വികാരിയും കുടുംബത്തിൻ്റെയും ആശംസകൾ ഈ മകളുടെ സ്നേഹത്തോടെ നേരുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്തിയിരിക്കുന്ന വൈദികരെ ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്നും കന്യാടി കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും ഒത്തിരി സന്തോഷത്തോടുകൂടി ഈ ഘടകാ കുടുംബത്തിലെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതേ ആളത്തിൽ പറഞ്ഞു പോകുന്നു.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ ആശീർവദിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങൾ നന്മകൾ നിറഞ്ഞ മുഴുവൻ സഭയെ ഞങ്ങൾ അങ്ങ് നിരന്തരം ശ്രദ്ധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെ നാഥനും സൃഷ്ടാവുമാകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ
ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും ഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരായ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്തെന്നാൽ മിശിഹാ തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നവന് ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹാ തന്നെയാണ് ശരീരത്തിന് രക്ഷകൻ. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. ഭർത്താക്കന്മാരെ, മിശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതീക്ഷിക്കുന്നതിന് അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്തു. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കും. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലിയയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിന്നോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുചീകരണ കണ്ടത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു.
പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ത്തു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മൾ സിൽസന്റെയും വിവാഹത്തിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മളുടെ രണ്ട് മക്കൾ അല്ലെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ, രണ്ട് പ്രിയപ്പെട്ടവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അവർ ഒന്നാക്കിയിരുന്ന ഈ ഒരു മഹോന്നതമായ ദിവസത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ജീവിതത്തിലെ ഭാവങ്ങൾ നേരുകയും ചെയ്തുകൊണ്ട് അവരോടൊപ്പം ഇവിടെ ആയിരിക്കുകയാണ്. സിൽസിനും പ്രേമിക്കും വിവാഹത്തിൻ്റെതായുള്ള എല്ലാവിധ മക്കളും പ്രത്യേകിച്ച് നേരുകയാണ്. ജീവിതത്തെ അനുകരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. വിവാഹത്തിന്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രതികരിക്കുവാനും ദൈവത്തിന്റെ സഹായത്തോടുകൂടി ഈ ജീവിതം ഭംഗിയായിട്ട് ജീവിച്ചു തീർക്കുവാനുമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുകയും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞാൻ വിവാഹ ജീവിതത്തിൽ ചിന്തിച്ചപ്പോഴൊക്കെയും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മലമുകളിൽ നിന്ന് രണ്ട് അരുവികൾ ഒരുമിച്ച് ചേർന്ന് താഴ്വാരത്ത് വെച്ച് ഒരുമിച്ച് വരുന്ന ഒരു കാര്യം നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. പലപ്പോഴും കണ്ടിട്ടുള്ള മലയോര മേഖലയിലുള്ളവരാണ്. അപ്പോൾ മലയോര മേഖലയിൽ ഇപ്പോൾ കാണുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി കാണുമ്പോഴേ ഒരു രണ്ട് വശങ്ങളിൽ നിന്ന് രണ്ട് നദികൾ ഒരുമിച്ച് ഒഴുകി വന്നു ഏതെങ്കിലും ഒരു സ്ഥലത്ത് താഴ്വാരത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഒരുമിച്ച് ഒഴുകാനായിട്ട് വന്നു. ഈ ഒരുമിച്ച് ഒഴുകാനായിട്ട് തുടങ്ങിയതിനു ശേഷം നമുക്ക് ഈ നദികൾ എവിടെ നിന്ന് വന്നു എന്ന് വ്യത്യസ്തമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയില്ല. അല്ലെങ്കിൽ നദികൾ ഒരുമിച്ച് ഒഴുകാൻ അല്ലെങ്കിൽ ഒന്നിച്ചാണ് അതിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്ന് വന്ന അല്ലെങ്കിൽ ഏത് പ്രദേശത്ത് നിന്ന് വന്ന ജലമാണെന്ന് തിരിച്ചറിയാനായിട്ട് ഒരുമിച്ച് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ വിവാഹത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണെന്നാണ് തിരുവചനം തന്നെ പഠിപ്പിക്കുന്നത്. അതായത് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് വന്ന് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവർ എടുക്കുന്ന ദൃഢമായിട്ടുള്ള പ്രതിജ്ഞയിലൂടെ ദൈവം അനുഗ്രഹിക്കുന്നതിലൂടെ അവർ ഒന്നായിരിക്കും. പിന്നീട് ഇവർ ഒരിക്കലും രണ്ടല്ല ഒന്നാണ് എന്നാണ് സുവിശേഷങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതുപോലെ ഒരു അനുഭവം തന്നെയാണ് വിവാഹ ജീവിതത്തിലും സംഭവിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഒന്നായി ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതാന്ത്യം വരെ തുടർന്നു പോകാനായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ്. നദികൾ ഒരുമിച്ച് ചേർന്നാൽ പിന്നെ ഒരിക്കലും പിരിഞ്ഞ് ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ദൈവം എന്ന മഹാസാഗരത്തിൽ ലയിക്കുന്നത് വരെ ഒരുമിച്ചാണ് അതിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് വിവാഹ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിൽ അലിഞ്ഞു ചേരുന്നത് വരെ ഒരുമിച്ച് ഒഴുകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വന്നേക്കാം. എന്നിരുന്നാൽ തന്നെയും ഒരുമിച്ച് ഒഴുകി ദൈവം മഹാസാഗരത്തിൽ ലയിക്കുന്നത് വരെ ഒന്നിച്ചു പോകാനായിട്ട് സാധിക്കുന്ന ഈ ഒരു വിവാഹശൈലിയാണ് നിങ്ങളുടെ പ്രവേശിക്കുന്നത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നദികൾ ഒഴുകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് നമുക്ക് ചില പ്രദേശങ്ങളിൽ വലിയ മഴയുണ്ടാകുമ്പോഴേക്കും ഈ ചില ഭാഗത്തു നിന്ന് വരുന്ന അരുവികൾക്ക് കലങ്ങി ഒഴുകി വരുന്നത് കണ്ടിട്ടുണ്ട്. സാധാരണ എന്റെ ജീവിതത്തിലുണ്ടാകുന്ന കലകൾ എന്ന് പറയുന്നത് അടുത്ത ജീവിതത്തിലെ ആരെയും ബാധിക്കുന്ന ഒരു വലിയൊരു അനുഭവമാണ് വിവാഹത്തിൽ സംഭവിക്കുക. ഇത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമില്ല. ഇങ്ങനെ എന്താണ് ചെയ്തതെന്ന് സിംസനോ അല്ലെങ്കിൽ റീമയോ മാറി മാറി ചിന്തിക്കാനായി ഇടവരാജയുടെ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തെ ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യം
ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. എപ്പോഴും ഒരേ രീതിയിലുള്ള പ്രകൃതമായിരിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ഉപരിപണിയാവും, ചിലപ്പോൾ ശാന്തമായിട്ടുള്ളൂ, ചിലപ്പോൾ കലങ്ങിയുള്ളൂ. ഇതൊക്കെ ജീവിതത്തിന്റെ പ്രത്യേകതകളാണ്. ഈ മാറ്റങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിന് പ്രത്യക്ഷപ്പെടുന്നതാണ്. എന്നിരുന്നാലും ദൈവം ആ സകലതയോടോ ലക്ഷ്യമാക്കിയോ ഒഴുക്ക് ശാന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഒഴുകാനായിട്ട് സാധിക്കും. ഓരോ കാര്യങ്ങളും അപ്പം മാറിക്കൊണ്ടിരിക്കും. ജീവിതത്തില് കാലങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഭാവഭേദങ്ങൾക്ക് ഭാവഭേദങ്ങൾ സംഭവിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും മാറി വരുമ്പോൾ അതിൽ നിന്നും പകച്ചു പോകാതെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം പ്രത്യേകിച്ച് ഓർമ്മിക്കുകയാണ്. ഇനി സ്വാഭാവികമായിട്ട് നിങ്ങൾ എല്ലാവർക്കും അറിയാം, ദൈവമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദൈവത്തിൽ എത്തിച്ചേരുന്നത് വരെ ഒഴുകാനായുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ദൈവത്തിൽ എത്തിച്ചേരുന്നത് വരെ ശാന്തമായിട്ട് ഒരുമിച്ച് ഒഴുകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഞാനിപ്പോഴും സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതുപോലെ കാനായിലെ വിവാഹം വരുന്നു. ആ ഒരു വിവാഹം വരുന്നതിനെ കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ്. കാരണം ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വിശേഷ ഭാഗമാണ് കാനായിലെ ആ ഒരു വിവാഹം വരുന്നത് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കാനായിലെ വിവാഹം വരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും യേശുവിനെ കുറിച്ചും യേശുവിന്റെ അമ്മയെ കുറിച്ചും അവരുടെ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കണം എന്നുള്ളതാണ്. ഒരു കുടുംബജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം അവർ പറയുന്നത് അത് പരിശുദ്ധ അമ്മയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇത് മറ്റാരും അറിയാതെ പരിഹരിക്കുന്ന ഒരു കഴിവിനാണ് വിവേകം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും വിവേകമുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഒരുപാട് പേര് നമ്മളെ സഹായിക്കാണ്. പരിശുദ്ധ അമ്മ സഹായിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ സഹായത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിവേകം എന്ന് പറയുന്നത്. ഓരോ ആളുടെയും ജീവിതത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള കുറവുകളെ പെട്ടെന്ന് കണ്ടെത്താനും അത് മറ്റാരും അറിയാതെ പരിഹരിച്ചു കൊള്ളുവാനായിട്ടുള്ള ഒരു സിദ്ധി പരിശുദ്ധ അമ്മയ്ക്കുണ്ട് എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വിവാഹ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ട വ്യക്തി പരിശുദ്ധ അമ്മ തന്നെയാണ്. ആരും ഈ കാര്യം അറിയാതെ തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതാണ് വിവേകം എന്ന് പറയുന്നത്. നമ്മൾക്ക് സ്വാഭാവികമായിട്ട് വിവേകത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ പരിശുദ്ധ അമ്മയ്ക്ക് പരിഹരിച്ചു തരാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കേണ്ടതെന്ന് തോന്നുന്നു. യേശു പ്രത്യേകമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഒരിക്കലും തള്ളിക്കളയാനായിട്ട് പറ്റുകയില്ല. സമയത്തിന്റെ പൂർത്തീകരണത്തിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മയുടെ നിർബന്ധത്താൽ അവിടെ അത്ഭുതം പ്രവർത്തിച്ചത് വ്യക്തിയാണ് കർത്താവായ മിശിഹ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ സഹായം നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ മംഗളങ്ങളും നിങ്ങൾ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു സന്ദേശം അവസാനിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. അതായത് പഴയ നിയമത്തിൽ എനിക്കിപ്പോഴും ഒരു വിവാഹത്തെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വന്നപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള ഒരു വിവാഹത്തെ കുറിച്ചുള്ള ഒരു ചിത്രമുണ്ട്. അത് തോബിത്തിന്റെ മകനായ തോബിയാസിന്റെ വിവാഹ സന്ദർഭമാണ്. തോബിയാസിന്റെ വിവാഹ സന്ദർഭത്തിനകത്ത് തോബിയാസിന്റെ ഭാര്യയായിട്ട് വരേണ്ട സാറാ മുമ്പിലെത്തിയപ്പോഴേക്കും സാറായെ അനുഗ്രഹിച്ചുകൊണ്ട് റഗുവേൽ എന്ന് പറയുന്ന അവളുടെ പിതാവ് സാറായെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്ക് പഴയ നിയമത്തിൽ തോബിത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിച്ചിട്ടുണ്ട്. ആ തോബിത്തിന്റെ പുസ്തകത്തിൽ റഗുവേല് സാറായെ അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരമാണ് പറയുന്നത്: ഇനി മുതൽ ഈ ഭവനമാണ് നിന്റെ ഭവനം. സാറായോട് പറയുന്നു, ഇനി മുതൽ നിന്റെ ഭർത്താവിന്റെ ഭവനമാണ് നിന്റെ ഭവനം എന്ന് പറയുന്നത്. അവിടെ ഉള്ളവരെല്ലാവരും നിന്റെ ആളുകൾ തന്നെയാണ്. അതിനുശേഷം റഘുവേൽ പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം മകളെ അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറയുന്നു: നിങ്ങളെ കുറിച്ച് നല്ലതല്ലാത്ത ഒരു വാക്കും കേൾക്കാനായിട്ട് എനിക്ക് ഇടവരാതിരിക്കട്ടെ. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ഒരു പ്രാർത്ഥന തന്നെയാണ്. നിങ്ങളെ കുറിച്ച് നല്ലതല്ലാത്ത ഒന്നും കേൾക്കാനായിട്ട് ഇടവരാതിരിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ മധുരമായ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിലയ്ക്കുകയും
അങ്ങയുടെ ദാസത്വ വാഗ്ദാനം ചെയ്തിരിക്കുന്ന തിരുവനന്തപുരവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുത്തമതിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ദാസരെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഞങ്ങളിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ റീമയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? റീമ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സിൽസനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഇടപെടൽ അടയാളമായി പരസ്പരം വലതുകൈ അബ്രാഹത്തിന്റെ യാക്കോബിന്റെ ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലായതോടും കൂടെ കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ ആകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാനും ഇതിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരം ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അനുകരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയിൽ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കലങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ
പരിശുദ്ധാംബികയും ഓമൽ സുതനാമീശോയും യൗസേപിതാവും ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിൽ അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടെ വിശ്വസിച്ചതോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് സുവിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വലത്താലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിശുദ്ധായപ്പോൾ നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വതന്ത്രതയും അവിടുന്ന് നിങ്ങൾ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മറ്റൊരു സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗം നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധന സമർപ്പിക്കാൻ നിങ്ങൾ അവിടുന്ന് യോഗ്യരാകുകയും ചെയ്യട്ടെ. ഞങ്ങൾ എന്തുകൊണ്ടെന്ന ആശ്രമത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും കാലവും കീഴടങ്ങുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധത്തിലുള്ളതാകുന്നു. ജീവിതത്തെ
അങ്ങയുടെ സംരക്ഷണത്തിന് തടവിലെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഗതികളെ വർദ്ധിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നമ്മുടെ അമ്മയായ നായകനായ അനന്തമായ സ്നേഹത്താലും സൃഷ്ടിയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികളെല്ലാവരും പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന ഉദാസയും നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. വിശുദ്ധാന്റെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കാൻ ഈ ഉദാസം നിങ്ങളെ ശ്രദ്ധരാക്കട്ടെ. സന്താന സൗഭാഗ്യമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തിന് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾ പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവകൃത്യമാരായ നിങ്ങളെയും വിദ്യുകർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.